ഇന്ന് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ വെള്ളക്കടല എന്ന് പറയുന്ന കാബൂൾ ചന ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലൊരു ബെല്ലൈക്കൺ വരും. അതും കൂടി ഒന്ന് ആക്ടിവേറ്റ് ആക്കി ഓൾ എന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. വെള്ളക്കടല വറുക്കുന്നതിന് വേണ്ടി ആദ്യം തന്നെ ചെയ്യേണ്ടത് 8 മണിക്കൂർ കുതിർത്ത വെള്ളക്കടല കുറച്ച് വെള്ളവും ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. 2 വിസിലടിക്കുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. കടല ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് ഇത് വേവിച്ചെടുക്കേണ്ടത്. വേവിച്ച കടല വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ആയിട്ടും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടിയൊക്കെ നന്നായിട്ട് ഇവിടെ മിക്സായി വന്നിട്ടുണ്ട്. ഇത് ഇതുപോലെ ഒന്ന് കുടഞ്ഞും കൂടെ കൊടുക്കാം. അന്നേരത്തേക്ക് എല്ലാ ഭാഗത്തുമായിട്ട് പൊടി പിടിച്ചു വന്നോളും. അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഇത് ചൂടായ എണ്ണയിൽ വറുത്ത് കോരുക എന്നുള്ളതാണ്. ഇവിടെ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കടല ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. കടല ഇതുപോലെ വറക്കുമ്പോൾ അകവും പുറവും ഒരുപോലെ ക്രിസ്പി ആയിട്ട് വരും. പുറം മാത്രമായിട്ട് ക്രിസ്പി ആയിട്ട് വരണമെന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്തെടുക്കാം. നല്ലൊരു ഗോൾഡൻ കളറായിട്ട് വരുമ്പോഴേക്ക് ഇതിൻ്റെ അകവും പുറവും ഒരുപോലെ ക്രിസ്പി ആയിട്ട് കിട്ടും. ഇതിനി കോരി മാറ്റാം. ഇതുപോലെ വറുത്തെടുക്കുന്ന കടല ഈ ഒരു പരുവത്തിലും കഴിക്കാം. ഇതിലും കുറച്ചും കൂടെ ടേസ്റ്റ് ആക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്യാനുണ്ട്. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. കടലയെല്ലാം വറുത്തതിന് ശേഷം ഇത് വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഈ കടല വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്താണ് വേവിച്ചത്. അതുകൊണ്ട് അധികം ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. 1 നുള്ള് ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ആംചൂർ പൗഡർ എന്ന് പറയും. മാങ്ങ ഉണങ്ങിപ്പൊടിച്ചതാണ്. ഇത് കടയിൽ മേടിക്കാൻ കിട്ടും. അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പച്ചമാങ്ങ പൊടിച്ചുണ്ടാക്കുന്നത് കൊണ്ട് ഇതിന് ഒരു ചെറിയ പുളി ടേസ്റ്റാണുള്ളത്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് ചേർത്ത് കൊടുക്കാം. എരിവ് വേണമെന്നുള്ളവർക്ക് ഈ സമയത്ത് കുറച്ച് വൈറ്റ് പെപ്പർ പൗഡറോ മുളക് പൊടിയോ ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് ഇതുപോലെയൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വൈകുന്നേരം വെറുതെ ഇരിക്കുമ്പോൾ കഴിക്കാനോ കുട്ടികൾക്ക് സ്കൂളിലൊക്കെ കൊടുത്തു വിടാനോ ഒക്കെ പറ്റിയ ഒരു ഐറ്റമാണിത്. എല്ലാവരും ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്കിതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.